ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വന്നിട്ടുള്ളത്, അതായത് നമ്മുടെ കാസർഗോഡുള്ള കിൻഫ്ര പാർക്ക്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാനിങ്ങനെ കുറച്ച് പരിചയപ്പെടുത്താമെന്ന് വെച്ചു മെറ്റീരിയൽസ്. ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ, ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് മാത്രം ഷൂട്ട് ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുന്നതാണ്. ഇതിപ്പോൾ ഇൻ്റർലോക്ക് മാനുഫാക്ചറിങ് കമ്പനി എന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ഓണർ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പോകാം. ഇപ്പോൾ കുറേ പ്രൊഡക്ട്സ് പല കളറുകളിലായിട്ട് പല മോഡലുകളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒറ്റ മോഡൽ ഒരു ടൈപ്പിൽ ബ്രിക്സാണ് ഇവിടെ, ഐ മീൻ ഇൻ്റർലോക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ സൈസിൽ വ്യത്യാസമുണ്ട്, കളറിലും സൈസിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ, ലോക്ക്ഡൗൺ കഴിഞ്ഞു എന്നല്ല, ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചത് കൊണ്ട് കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യുന്ന തിരക്കിലാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ മെറ്റീരിയൽസിൽ കിടക്കാം. ഇവിടെ എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ പൗഡർ എന്നാണ് പറയുന്നത്. എംസാൻഡും അതുപോലെ തന്നെ 4 ഇഞ്ച് തിക്നെസ്സുള്ള ജെല്ലി, അതായത് ചെറിയ ജെല്ലി, 4 ഇഞ്ചോളം തിക്നെസ്സുള്ള ജെല്ലികളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ രണ്ട് മെറ്റീരിയൽസ് കൊണ്ടിടുന്നത് ഇവിടെ മിക്സറാണ്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിൽ മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ടോപ്പ് ലെയർ കുറച്ചുകൂടി നല്ല കോൺക്രീറ്റ്, അതായത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഈ അഗ്രിഗേറ്റ്സ്, അതായത് ജെല്ലിയും അതുപോലെ തന്നെ സിമെൻറ്റും പിന്നെ കളറും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സ്ട്രോങ് മെറ്റീരിയലാണ്, അതായത് ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കെമിക്കലും ഇവിടെ ഉപയോഗിച്ച് കാണുന്നുണ്ട് ഇവർ. ഇത് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ മിക്സ്, അതായത് ടോപ്പ് ലെയറിൽ വരുന്ന മെറ്റീരിയലാണിത്. ഇത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ റബ്ബർ മോളിലിട്ട മെറ്റീരിയൽ ഇത് വീണ് പോലും പോകുന്നില്ല, അത്രക്കും സ്റ്റിക്കിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ലെയർ, അപ്പോൾ ഏകദേശം ഒരു 3/4 ഇഞ്ച് വരെയാണ് ഫസ്റ്റ് ലെയർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ആദ്യത്തെ ലെയർ ഇട്ട ശേഷം ഈ മെറ്റീരിയലാണ് ഇവിടുന്നത്. ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ആദ്യത്തേൻ്റെ അത്ര സ്ട്രോങ് അല്ല, അതായത് കുറച്ച് വെള്ളം കൂടുതലാണ് കോൺക്രീറ്റിന്. അതുപോലെ തന്നെ മിക്സ്ചർ അത്ര ഒരു റിച്ച് അല്ല, അതായത് മെറ്റീരിയൽസ് വ്യത്യസ്തമാണ്, അതായത് കളർ ഉപയോഗിക്കുന്നില്ല, കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നെക്സ്റ്റ് ലെയേഴ്സ് അങ്ങനെയാണ് ഇവർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ടേബിൾ വൈബ്രേറ്റർ വഴിയാണ് പോകുന്നത്, അതായത് സെറ്റിംഗ് കോമ്പാക്ഷൻ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്യണം. അപ്പോൾ ഈ ടേബിൾ വൈബ്രേറ്ററാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെയ്ത് നെക്സ്റ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞ പാടെ അവിടെ ക്യൂറിങ്ങിന് വെക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ അവർ ആൾറെഡി മിക്സ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റും അപ്പോൾ അതുപോലെ തന്നെ സിമെൻറ്റും അതിൻ്റെ കൂടെ എംസാൻഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മിക്സർ ഒരു മിക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണ്, എന്ത് മിക്സറാണിത്? മറ്റേ ഗ്രൈൻഡർ മിക്സർ. ഇതിൻ്റെ പേര് ഗ്രൈൻഡർ മിക്സർ എന്നാണ്. ഇതിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കുന്നുണ്ടാവും അല്ലേ? വെള്ളം. ഈ മിക്സ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇവിടെ കാണുന്നത്. നല്ലവണ്ണം സെറ്റ് ആവുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്, ടേബിൾ വൈബ്രേറ്റർ. ഇതിന് ശേഷം പ്രൊഡക്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ്. ഇതിന് ഇവർ പറയുന്നത് 8 മണിക്കൂർ ക്യൂറിംഗ് ആണ്. അതായത് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത ശേഷം 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ ഈ റബ്ബർ മോൾഡിൽ നിന്ന് ഈ ഇൻ്റർലോക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെ ഇന്നലെ മറ്റോ കാസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻ്റർലോക്ക് ഇവിടെ കാണാം. ഇതിങ്ങനെ ടേബിളിലാക്കിയ ശേഷം ഇവരിവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റാണ്. ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, ഗോഡൗണിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസാണ്. മൗൾഡ് 8 മണിക്കൂർ ക്യൂറിങ്ങിന് ശേഷം മൗൾഡിൽ നിന്ന് അയച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇത് റബ്ബർ മൗൾഡ് ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് എടുക്കാൻ പറ്റും. ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഇൻ്റർലോക്കാണ്.
ഫിനിഷിംഗ് ആണ്, വളരെ നല്ല ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തിക്നെസ് വരുന്ന ഏകദേശം ഒരു 2.5 ഇഞ്ച് വരെ തിക്നെസ് വരും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് 58 രൂപയാണ്, അതായത് 58 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് അല്ലേ. അപ്പോൾ ഈ ലോക്കലായിട്ട് അതായത് ഏകദേശം ഒരു 20 കിലോമീറ്റർ സർക്കിൾ, അതായത് 20 കിലോമീറ്റർ വരെ ഇവർ ഈ റേറ്റിനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ജസ്റ്റ് മെറ്റീരിയലും ലേബറും മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് ലെവലിംഗ് ചെയ്യാനുള്ള ബേബി ജെല്ലിയൊക്കെ നമ്മൾ വീട്ടുകാരനെ ഇറക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവലിംഗ് വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് ലേ ചെയ്യുന്നതിൻ്റെ റേറ്റും പ്രൊഡക്റ്റിൻ്റെ റേറ്റുമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് 58 റുപ്പീസ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂടുന്തോറും, അതായത് ഇപ്പോൾ നമ്മൾ കുറേ ദൂരം പോകുന്നതോറും നമുക്കറിയാലോ അതിൻ്റെ റേറ്റ് ഒബ്വിയസ്ലി കൂടും. അപ്പോൾ ഈ സ്ഥലമുള്ളത് ഇപ്പോൾ നമ്മൾ സീതാങ്കോളി എന്ന് പറഞ്ഞ കാസർഗോഡ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്.